Respected dear family members, message of Sri Narayana Guru. Sri Narayana Gurudevante Sandesham. And you know, when Swami Vivekananda happened to meet one of the disciples of Sri Narayana Guru, Swami Vivekananda Narayana Gurudevante Shishyan Dr. Palpuvine kandirunnu. They met in Bangalore. Dr. Palpu, disciple of Sri Narayana Guru, met Swami Vivekananda. Then Dr. Palpu asked Swami Vivekananda, in Kerala, untouchability and caste systems are creating severe problems and many Hindus are getting converted into Christianity. കേരളത്തിലെ കാസ്റ്റ് സിസ്റ്റവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ധാരാളം ഹിന്ദുക്കള് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. What should be done? Swami Vivekananda said, if and only if, when and only when rishis and avatars come from that downtrodden people and they start energizing the group, then only the problem will be solved. താഴ്ന്ന ജാതി എന്ന് പറയുന്നവരെ, തൊട്ടുകൂടാത്തവരെ, തീണ്ടിക്കൂടാത്തവരെന്ന് പറയുന്നവരുടെ ഇടയിൽ നിന്ന് ഗുരു തുല്യര്, ആചാര്യ തുല്യര്, അവതാര തുല്യരായിട്ട് വന്നാലേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുള്ളൂ. That was one of the best reason for changing Kerala from Brandalayam to Devalayam. Brandalayam means the house of the mad people. കേരളത്തെ ഭ്രാന്താലയത്തിൽ നിന്ന് ദേവാലയമാക്കാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കൂട്ടത്തിലുള്ളവർക്ക് ആവേശം നൽകിയത് the message of Swami Vivekananda. Even though Swami Vivekananda was 10 years younger than Sri Narayana Guru. Sri Narayana Gurudevanekal 10 വർഷം താഴെയാണ് Vivekananda. That message attracted Sri Narayana Guru, and Guru gave the name for his press, printing press, Vivekodayam Press. ശ്രീനാരായണ ഗുരുദേവനെ ഒത്തിരി സ്വാധീനിച്ച, കൂടെയുള്ളവരെയും ഒത്തിരി സ്വാധീനിച്ച ഒരു സന്ദേശമായിരുന്നു വിവേകാനന്ദൻ്റേത്. ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തില് ധർമ്മം പ്രസ്സിന് വിവേകോദയം പ്രസ് എന്ന് പേര് കൊടുത്തു. ധർമ്മം പ്രസ് എന്നാണ് എൻ്റെ ഓർമ്മ. വിവേകോദയം എന്ന് പ്രസ് കൊടുത്തു. സോ ദ മെസ്സേജസ് ഓഫ് ശ്രീ നാരായണ ഗുരുദേവൻ, സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി സൂപ്പർ മെസ്സേജ്, ഇന്റഗ്രേറ്റിംഗ് ദ ഓൾഡ് ആൻഡ് ന്യൂ. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് അത്രയും ഉജ്ജ്വലമായിട്ടുള്ള സന്ദേശങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ. ആൻഡ് ശ്രീനാരായണ ഗുരു ഇന്റഗ്രേറ്റഡ് ഓൾഡ് ആൻഡ് ന്യൂ. പഴയതും പൈതൃകവും ആധുനികവും നാരായണ ഗുരുദേവൻ ഇന്റഗ്രേറ്റ് ചെയ്തു, സമന്വയിപ്പിച്ചു. സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ്, ആത്മീയതയും ശാസ്ത്രവും സമന്വയിപ്പിച്ചു. ആൻഡ് ഹി ഇന്റഗ്രേറ്റഡ് എവ്രിതിങ്, ദ കൺസെപ്റ്റ് ഓഫ് ഗോഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് സയൻസ്. ആത്മീയതയും ഈശ്വരീയതയും ശാസ്ത്രീയതയും തമ്മിൽ സമന്വയിപ്പിച്ചു. Yesterday I gave you some messages from him. കുറേ സന്ദേശങ്ങൾ ഞാൻ തരികയുണ്ടായി. Now I am just continuing the other part. So പുത്രന് തള്ളയുടെ സ്തന്യത്തെ ഉപയോഗിക്കുന്നതിനല്ലാതെ മാതൃ നിഗ്രഹം ചെയ്ത് മാംസത്തെ ഉപയോഗിക്കണമെന്ന് ദൈവസങ്കല്പം സംഭവിക്കുമോ? When a baby is born from a mother, the children are expected can take the milk from mother, breast milk. It does not permit to eat the flesh of the mother. അമ്മയുടെ മാംസം കഴിക്കാൻ പറഞ്ഞിട്ടില്ല, അമ്മയുടെ പാല് കുടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതൊരിക്കലും വരുന്നതല്ല. ഇതുപോലെ ദൈവം മനുഷ്യരുടെ ഉപയോഗത്തിനായിക്കൊണ്ട് തന്നെ പ്രാണികളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള വ്യവഹാരം അതുകളുടെ ക്ഷീരാദികളിലായിരുന്നു എങ്കിൽ എത്രയോ ന്യായമായിരുന്നു. When the other religion, particularly Semitic religion, people say animals and everything is created for human consumption, that is wrong.
The animal products can be utilized, just like milk and other thing can be utilized for human being. That should be the approach towards the animals. ഇപ്പം മാംസം കഴിക്കുക, ബീഫ് കഴിക്കുക, മട്ടൺ കഴിക്കുക അല്ല, the milk, the wool, the cow dung, the urine and the products of the animals, that should be utilized for the enrichment of human being. This is the message given by Sri Narayana Guru. Next point, ത്യാഗം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. Relinquishing, giving up, that is, we have to sacrifice. That is the need for every human being. മനുഷ്യൻ ത്യാഗം സഹിക്കുക എന്നുള്ളത് ആവശ്യമാണ്. വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൂടി ത്യാഗം പഠിപ്പിക്കണം. We have to teach the students about sacrificing, giving up. ത്യാഗവും കർമ്മവും, ത്യാഗം വേണം, അപ്പോൾ കർമ്മം ശരിയാവും. If you have got that samarpana bhava, tyaga bhava, then everything will become all right. ധൈര്യം ഉണ്ടാവും, you will be bold man. മരിക്കുവാൻ കൂടി ഭയം ഉണ്ടാവില്ല. Even death will not make you a coward. You will not be afraid of death. നിസ്വാർത്ഥത സേവനത്തിന് എക്കാലവും ഈശ്വരാനുഗ്രഹം ലഭിക്കും. നിസ്വാർത്ഥ സേവനത്തിന് എക്കാലവും ഈശ്വരാനുഗ്രഹം ലഭിക്കും. When you are doing the service without a bondage and without attachment, and selfless service for the people will be definitely benefiting for everyone and will get the blessing of the divine power. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ ശ്രമിക്കണം. We should educate the people. അവർക്ക് അറിവുണ്ടാവട്ടെ. Let them become learned people. അത് തന്നെയാണ് അവരെ നന്നാക്കാനുള്ള മരുന്ന്. That itself is the medicine for making them good. Message for the educated people. അഭ്യസ്ത വിദ്യരോട്, സമ്പാദിച്ച അറിവ് കളയരുത്. You should not waste your knowledge. അത് വലുതാക്കിയാൽ എത്ര പങ്കുവെക്കാം. If you are enriching with the knowledge, it can be shared with other people. ഈശ്വരൻ പ്രസാദിച്ചാൽ മതി. For which the blessing of the God should also be there. ഇക്കാലത്ത് മുഖ്യം ഇംഗ്ലീഷാണ്. One should definitely learn English. അത് പഠിച്ചില്ലെങ്കിൽ വരുന്ന ലോകവുമായി ബന്ധമുണ്ടാവില്ല. If you are not learning English, you will not have contact with the developed world and the future world. സംസ്കൃതം പഠിക്കണം. You should also learn Sanskrit. നമ്മുടെ മതഗ്രന്ഥങ്ങൾ ആ ഭാഷയിലാണ്. All our spiritual and religious books are in Sanskrit. So you should learn English for having contact with the modern world. You should learn Sanskrit for having contact with the ancient India. വിവേകം താനെ വരുമോ? Rational thinking, logical thinking and scientific thinking will never come just like that. വരില്ല. It will not come. യത്നിക്കണം. You have to struggle for that. നല്ല പുസ്തകങ്ങൾ വായിക്കണം. You should read good books. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. When you are searching for happiness and pleasure, the activity undertaken for that should also give opportunity for others to become happy and enjoy the pleasure of the world. So you should do good, and it should be good not only for you, for others also. Enjoy the world life, let it be enjoyable for others also. ആനന്ദം ലഭിക്കുന്നത് അവരവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. If you are happy, if you are enjoying the life, it is because of your action, your activities. ഏത് ജോലി ചെയ്യുന്നതും ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയുമായിരിക്കണം. Whatever may be the mission work you are doing, it should be with a sincerity and a devotion. ചെയ്യുന്നതെല്ലാം ഭംഗിയായി ചെയ്യണം. Do it perfectly and with utmost sincerity. Any work. ഏത് ജോലിയും ചെയ്യാൻ മടിക്കരുത്. Never hesitate to undertake any work. ചുടലക്കാട് സൂക്ഷിച്ചില്ലേ ഹരിശ്ചന്ദ്ര, the king Harishchandra even worked in the graveyard. സുഖം ഉണ്ടാകുന്നത് അവരവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. Happiness and pleasure in the life is exclusively because of the reaction and action and result and reward of the activities you are undertaking. ആരിൽ നിന്നും നന്ദിയെ പ്രതീക്ഷിക്കാതെ കർത്തവ്യം കർമ്മം ചെയ്യുക. Never expect a reward or presentation or appreciation from anybody. Do your duty. നാം നന്ദിയെ പ്രതീക്ഷിക്കേണ്ടതില്ല. We need not expect gratitude from others. ശക്തിക്കനുസരിച്ച് കർത്തവ്യമായതിനെ ചെയ്യുക. Do your dharma if it is part of your dharma, that too according to your capability.
അതാണ് വേണ്ടത്. ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദി അവർ. ദീസ് ആർ ഓൾ ഡയറക്ട്ലി ടേക്കൺ ഫ്രം ഭഗവത്ഗീത ആൻഡ് എക്സ്പ്ലെയിൻഡ് ടു അതേഴ്സ് ബൈ ശ്രീനാരായണ ഗുരുദേവൻ. വ്യവസായിയോടും തൊഴിലാളിയോടും ദ മെസ്സേജസ് ഫോർ ദി വർക്കേഴ്സ് ആൻഡ് ഓൾസോ ദി മാനേജേഴ്സ് ഓർ ഓണേഴ്സ് ഓഫ് ദി ഇൻഡസ്ട്രി. നിങ്ങൾ ഇരട്ട കാളവണ്ടി കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ ദ ബുള്ളറ്റ് കാർട്ട് ഹാവിംഗ് 2 oxen? 2 കാളകൾ ഒരേ മനസ്സോടെ വലിച്ചില്ലെങ്കിൽ വണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ മിയർ ഫോഴ്സ് ആൻഡ് പവർ ഓഫ് ദി ബുള്ളറ്റ്സ് ബട്ട് ദ സെയിം മെന്റാലിറ്റി, സെയിം ആറ്റിറ്റ്യൂഡ് ടു മൂവ് ഫോർവേഡ് ടുഗദർ. അതർവൈസ് ദ കാർട്ട് വിൽ നോട്ട് മൂവ് ഫോർവേഡ്. നിങ്ങൾ ചെയ്യുന്നതും ചെയ്യിക്കുന്നതുമായ തൊഴിൽ ഒരു കാളവണ്ടിയെ പോലെയാണ്. ഇഫ് യു ആർ തിങ്കിങ് ഓൺലി അബൌട്ട് ദി ഓണർ ഓഫ് ദി കമ്പനി or if you are thinking only about the workers, it will be just like a single bullock cart tied on one side and the other side there is no bullock. രണ്ടുപേരും പരസ്പരം യോജിക്കാതിരുന്നാൽ വണ്ടി മുന്നോട്ട് പോവുകയില്ല. മനസ്സിലായോ? You should understand that both the bullocks should work together, should move together, should walk together, then only the cart will move forward. വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക, start industries and become richer. Economically, financially, you should become rich. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അഭിവൃദ്ധിക്ക് ആവശ്യമുള്ളത് വ്യവസായമാണ്. ഫസ്റ്റ് ലേൺ, undertake academic qualification and education, then start industries. That is the second need. First need is education. കുട്ടികളെ പലതരം വ്യവസായങ്ങൾ ശീലിപ്പിക്കാനുള്ള ഏർപ്പാടുകളും ക്ഷേത്രങ്ങളോട് ചേർന്നുണ്ടായിരിക്കേണ്ടതാണ്. Different types of industrial training should be given connected with the temples. Temple should become the center for industrial training also. കുടുംബങ്ങളെ നശിപ്പിക്കുന്നത്, ധാർമ്മികമായ ജീവിതത്തെ തുലയ്ക്കുന്നതുമായ സമ്പത്ത് ഉണ്ടാക്കുന്നത് നല്ലതല്ല. should not produce, should not accumulate money beyond a limit that will create problem for you. ധാർമ്മികമായി സമ്പാദിക്കുന്ന ധനത്തിനെ നിലനിൽപ്പുള്ളൂ. should earn money in the dharmic pathway. ആയത് പുണ്യമാണ്. that is the virtue. അനാവശ്യ ചെലവ് ചെയ്യുന്നതിനുള്ള വാസന ഉപേക്ഷിക്കണം. ഷുഡ് നോട്ട് വേസ്റ്റ് മണി, ഷുഡ് നോട്ട് സ്പെൻഡ് മണി ഫോർ അൺനെസസറി പർപ്പസ്. അനാവശ്യമായി ഒരു കാശ് പോലും ചെലവ് ചെയ്യരുത്. നെവർ വേസ്റ്റ് ഈവൻ എ സിംഗിൾ റുപ്പി. സംഘടനയുടെ ഉദ്ദേശം ഒരു പ്രത്യേക വർഗ്ഗക്കാരെ മാത്രം ചേർത്ത് സമുദായത്തെ സൃഷ്ടിക്കാനാവരുത്. നോ ഓർഗനൈസേഷൻ ഷുഡ് ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ ഗ്രൂപ്പ്, പർട്ടിക്കുലർ കാസ്റ്റ് ഓർ പർട്ടിക്കുലർ വിങ് ഓഫ് ദി പീപ്പിൾ. ആൻഡ് നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കണം. വാട്ട് എവർ വി സ്റ്റാർട്ട്, ഇറ്റ് ഷുഡ് ഇന്റഗ്രേറ്റ്, ഇറ്റ് ഷുഡ് ബ്രിങ് ടുഗദർ ഓൾ ദ പീപ്പിൾ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ്. വഴക്കുണ്ടായി തമ്മിൽ പിരിയരുത്. നെവർ ക്രിയേറ്റ് പ്രോബ്ലം ആൻഡ് സ്പ്ലിറ്റ് യുവർ ഓർഗനൈസേഷൻ. യോജിപ്പായി കഴിയണം. ഷുഡ് വർക്ക് വിത്ത് കോഓപ്പറേഷൻ ആൻഡ് കോ എക്സിസ്റ്റിംഗ് ആൻഡ് കോംപ്ലിമെന്റിംഗ് ഈച്ച് അതർ. അനുകരണ ഭ്രമം, കോപ്പിയിങ് അതേഴ്സ്. അന്ധമായി ആരെയും ഒന്നിനെയും അനുകരിക്കരുത്. നെവർ ബ്ലൈൻഡ്ലി കോപ്പി ഓർ ഫോളോ അതേഴ്സ്. ദീപം ജ്വലിക്കുന്ന നിമിഷം ഇരുട്ടില്ലാതെയാകുന്നു. ദ മൊമെന്റ് യു ലൈറ്റ് ദ ലാമ്പ്, ദ ഡാർക്ക്നെസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ് ഫ്രം ദർ. 100 കൊല്ലമായി ഇരുളടഞ്ഞു കിടന്ന മുറിയിൽ അത്രയും കൊല്ലം വിളക്ക് കത്തിച്ചു വെച്ചെങ്കിലേ ഇരുൾ മാറുകയുള്ളൂ എന്നുണ്ടോ? ഇഫ് എ റൂം അണ്ടർ ലോക്ക് ആൻഡ് കീ ഓർ ക്ലോസ്ഡ് ഫോർ 100 years, for the last 100 years they are filled with the darkness. For removing that darkness, you need not light the lamp for 100 years. You need not light the lamp for 100 years. 1 second is enough for removing the darkness, even though darkness existed there for 100 years. 100 വർഷം ഒരു മുറിയിൽ ഇരുട്ടുണ്ടായിരുന്നു എങ്കിലും ആ ഇരുട്ടകറ്റാൻ ഒരു നിമിഷം വിളക്ക് കത്തിച്ചാൽ മതി. ഗുരുദേവ അവതാര ലക്ഷ്യം, the purpose of his coming over to this world. His means ശ്രീനാരായണ ഗുരുസ്. നാം ഒരു അവതാരമായി ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ ഈ അവതാരത്തിന്റെ ലക്ഷ്യം ജാതി വ്യത്യാസം ഇല്ലാതെയാക്കലാണ്. If anybody is considering me as an incarnation of the God, the ultimate purpose of this incarnation is nothing but removing the caste system from the mind of the people. ആത്മപരിശോധന, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ. മറ്റുള്ളവരെ നിരൂപണം ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ. ലേണിംഗ് ടു ക്രിട്ടിസൈസ് അതേഴ്സ്, that is not the only thing, only purpose in the life. നിങ്ങളിൽ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. Everybody should introspect and analyze
self. You should analyze yourself before pointing out the fingers to others. മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുമ്പ് അവനവനിൽ ആത്മപരിശോധന നടത്തണം. ശീലം, ക്യാരക്ടർ. ശീലിച്ചാൽ ഒന്നും പ്രയാസമില്ല. If you are directly and daily undergoing the training, nothing will be impossible. തീയിൽ നടക്കാം. You can even walk in the fire. ആവശ്യം ലൗകികവും ആത്മീയവും രണ്ടല്ല. The worldly life and spiritual life are not two. ലോകത്തിലുള്ള ജീവിതവും സ്പിരിച്വൽ ആത്മീയ ജീവിതവും രണ്ടല്ല. രണ്ടും വാസ്തവത്തിൽ ഒരേ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്നു. Both has got a same purpose. The worldly life and the spiritual life have got the same life, same purpose. ശരീരത്തിന്റെ എല്ലാ അംഗങ്ങളുടെയും ഒത്തുള്ള പ്രവൃത്തിയാണ് ശരീരം സുഖം അനുഭവിക്കുന്നുള്ളൂ. The integrated activity of each organs of the body creates happiness and pleasure for the body. Integrated activity of each organ creates happiness and pleasure for the body. അതുപോലെ മനുഷ്യ സമുദായത്തിന്റെ പരമലക്ഷ്യത്തെ സുഖപദത്തെ പ്രാപിക്കുവാൻ ആത്മീയതയും ലൗകികയും ഉള്ള സർവ്വവിധ ഏർപ്പാടുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവൃത്തി ആവശ്യമാണ്. So making our life filled with happiness and pleasure, integrating each and every individual in each and every society are needed. Everyone should come together because they are the organs of the society, organs of the nation. ധർമ്മമാണ് ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ധർമ്മ ഈസ് ദ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഫോർ മൂവിംഗ് ദ വേൾഡ് ഫോർവേഡ്, മൂവിംഗ് ദ ഇൻഡിവിജ്വൽസ്, സൊസൈറ്റി, ഫാമിലി മെമ്പേഴ്സ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് തന്നെയാണ് മുഖ്യധർമ്മം. The most important dharma is serving the people. Naraseva, Narayana Seva, Jana Seva, Janardana Seva, Manava Seva, Madhava Seva. Sharira Shuddhi, Vak Shuddhi, Manashuddhi, Indriya Shuddhi. Indriya Shuddhi means Kanda, Mukha, Naka, Chevi, Tvakka. Sharira Shuddhi, purity of the body. Vak Shuddhi, purity of the words. Manashuddhi, mental purity. Indriya Shuddhi, purity of the eyes, nose, tongue, ears and skin. Purity means accepting good things only. ഇവയാണ് ഇവിടെ ഇന്ദ്രിയങ്ങൾ. ഗ്രഹശുദ്ധി എന്നീ പഞ്ചശുദ്ധികളാണ്. യുവർ ഫാമിലി, യുവർ ഹോം ഷുഡ് ഓൾസോ ബി പ്യുവർ ആൻഡ് ക്ലീൻ, നീറ്റ്, സ്വച്ഛ ഭാരത്. മനുഷ്യർക്ക് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് പഞ്ചശുദ്ധിയാണ്. ദീസ് ആർ ദ 5 points that everyone should remember. അറിവുള്ളവർ ഉപദേശിച്ചിട്ട് നിങ്ങൾ ജന്തുഹിംസ നിർത്തി എന്ന് വരുന്നതിനേക്കാളും നിങ്ങൾ തന്നെത്താനെ അത് നിർത്തൽ ചെയ്യുന്നതാണ് ഉത്തമം. The educated and the learned people may be advising you to give up torturing the animals. But instead of getting an advice from outside, then changing yourself, you change by yourself. സ്വയം മാറാൻ ശ്രമിക്കാം. മറ്റുള്ളവരെ ഉപദേശിച്ചതിന് ശേഷം മാറുന്നതിനേക്കാൾ നല്ലത് അതാണ്. സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് സന്താനങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെയാണ്. Giving dowry or taking dowry is just like selling our own children. 5 വയസ്സുവരെ കുഞ്ഞിനോട് ദേവനോട് എന്ന പോലെ പ്രേമത്തോടെ തന്നെ പെരുമാറണം. Up to the 5th year, 5-year-old baby, boy or girl, we should behave with him just like we are dealing with the God. അതുവരെ അവന്റെ ബുദ്ധിയുടെ സംസ്കാരം മാതാവ് സ്വയം ചെയ്യണം. Till then, every type of nurturing, character building and all other type of positive input should be given to the baby by the mother. To the baby by the mother. അനാശാസ്യമായ വാക്ക് അഥവാ വസ്തു, മംഗളകരമല്ലാത്ത വാർത്ത, അപമാനം, അഹന്ത, ഇതൊന്നും കുഞ്ഞിനോട് പാടില്ല. Should never use bad, low standard words towards the child. It should not be entertained with unnecessary materials, and he should not be taught with negative news and should not denigrate, and you should not create your egoistic approach in your children also. You should do all the positive to the baby. I am very sure that ആ കുട്ടിയോട് അഹങ്കാരമില്ലാതെ പെരുമാറണം, നല്ല വാക്കുകൾ ഉപയോഗിച്ച് പെരുമാറണം, ആവശ്യമില്ലാത്ത വസ്തുക്കൾ കുട്ടികൾ കൊടുക്കരുത്, മംഗളകരമല്ലാത്ത വാർത്തകൾ കുട്ടികളെ കേൾപ്പിക്കരുത്, കുട്ടികളെ അപമാനിക്കരുത്, ഇടിച്ച് താഴ്ത്തരുത്, അവഹേളിക്കരുത്. ശ്രദ്ധിക്കാം. മൈ പ്രണാംസ് ടു യു. താങ്ക് യു വെരി മച്ച്.